കുട്ടികളെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തരുന്നത്. അതിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഞാനതിൽ എഴുതിയിട്ടില്ല, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്? അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ നോട്ട് നോക്കി തന്നെ ആൻസർ എഴുതുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നോട്ട് നോക്കി അതിൻ്റെ ആൻസർ എഴുതും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ഇൻ ടു അയോണിക്, കോവാലന്റ് ആൻഡ് മോളിക്കുലർ സോളിഡ്സ്. കുറച്ച് സോളിഡ്സ് അവിടെ തന്നിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ്, ഡയമണ്ട്, അമോണിയ, ഹൈഡ്രജൻ, കാൽസ്യം ഫ്ലൂറൈഡ്, സിലിക്കൺ കാർബൈഡ്, ക്ലോറിൻ ആൻഡ് ഐസ്. അതിൻ്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ? അതിൻ്റെ ആൻസർ ഞാനതിൽ തന്നിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ടിൽ ക്രിസ്റ്റൽ ലാറ്റിസിനും യൂണിറ്റ് സെല്ലിനും ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്, അത് നോട്ട് നോക്കി എഴുതുക. അടുത്തത് 7 തരം. വാട്ട് ആർ ദ 7 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ്? നെയിം ദ ക്രിസ്റ്റൽ സിസ്റ്റം വിച്ച് റിസംബിൾസ് എ മാച്ച് ബോക്സ്. 7 ക്രിസ്റ്റൽ സിസ്റ്റംസിൻ്റെ പേരാണ്. അത് ഞാൻ അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ ആൻഡ് റോംബോഹൈഡ്രൽ. ഇതാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്. നോട്ടിലുള്ളത് തന്നെയാണ്. അതിൽ അടുത്ത സെക്കൻഡ് പാർട്ട് നോക്കാം ക്വസ്റ്റ്യൻ്റെ. നെയിം ദ ക്രിസ്റ്റൽ സിസ്റ്റം വിച്ച് റിസംബിൾസ് എ മാച്ച് ബോക്സ്. തീപ്പെട്ടിക്കൂടിൻ്റെ ഷേപ്പുള്ള ക്രിസ്റ്റൽ സിസ്റ്റം ഏതാണ്? അതിന് ആൻസർ ഓർത്തോറോംബിക് ആണ്. അതിൽ ഓർത്തോറോംബിക്കിനാണ് തീപ്പെട്ടിക്കൂടിൻ്റെ ഷേപ്പുള്ളത്. അടുത്ത റൈറ്റ് എ നോട്ട് ഓൺ 3 ടൈപ്സ് ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽസ് ആണ്. അത് നോട്ടിലുണ്ട്, അത് നോക്കി എഴുതുക. അതായത് സിമ്പിൾ ക്യൂബിക്, അതുപോലെ തന്നെ BCC, FCC. അതെന്താണെന്നുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്, ഡയഗ്രാം ഉൾപ്പെടെ അത് എഴുതുക. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദി ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ സിമ്പിൾ ക്യൂബിക്, FCC ആൻഡ് BCC. ഇതും നോട്ടിലുള്ളത് തന്നെയാണ്. സിമ്പിൾ ക്യൂബിക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇഫക്റ്റീവ് ആറ്റംസ് 1 ആണ്, FCCയിൽ 4 ആണ്, അതുപോലെ BCCയിൽ 2 ആണ്. അത് ചെയ്ത മെത്തേഡ് നോട്ടിൽ നോക്കി തന്നെ എഴുതുക. ഗീവ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് സിമ്പിൾ ക്യൂബിക്, BCC, FCC. ഇതിൻ്റെ ആൻസർ നോട്ടിലുണ്ടാവില്ല, അതുകൊണ്ട് ആൻസർ തരികയാണ്. സിമ്പിൾ ക്യൂബിക്കിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്, BCCയുടെ 8 ആൻഡ് FCCയുടെ 12. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഓഫ് എ ക്രിസ്റ്റൽ വിത്ത് n ആറ്റംസ്. അത് നോട്ടിലുള്ളത് തന്നെയാണ്, എങ്കിൽ കൂടെ ആൻസർ തന്നാണ്. ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം, ആറ്റംസിൻ്റെ എണ്ണം n ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ്സ് അതിൻ്റെ ഇരട്ടി ഉണ്ടാവും, ദാറ്റ് ഈസ് 2n ആയിരിക്കും. ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ഉണ്ടോ അത്ര തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും, അതുകൊണ്ട് അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് n ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ദ പാക്കിംഗ് എഫിഷ്യൻസി വാല്യൂസ് ആണ്. സിമ്പിൾ ക്യൂബിക്ക്, BCC, FCC. സിമ്പിൾ ക്യൂബിക്കിൻ്റെ 52.4, BCC 68, FCC 74. അടുത്തൊരു പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡ് ഹാവിംഗ് എഡ്ജ് ലെങ്ത് 290 × 10⁻⁻10 cm. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. D = Zm/a³ എന്നെ. Z എന്ന് പറയുന്ന ഇഫക്റ്റീവ് ആറ്റംസ് ആണ്. NaCl എന്ന് പറയുന്നത് ഒരു FCC ക്രിസ്റ്റൽ ആയതുകൊണ്ട് സെഡിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. M എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ആണ്. അതായത് ഇവിടെ 2 ആറ്റംസ് ഉണ്ട്, സോഡിയം ഉണ്ട്, ക്ലോറിനുണ്ട്. സോഡിയത്തിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 23 ആണ്. പ്ലസ് ക്ലോറിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 35.5. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 58.5. A എന്ന് പറയുന്ന എഡ്ജ് ലെങ്ത് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, 290 × 10⁻⁻10 എന്നുള്ളത്. Na എന്ന് പറയുന്ന അവോഗഡ്രോ നമ്പറാണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുക. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്? നോട്ടിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്, അത് നോക്കി എഴുതുക. നെയിം എ ക്രിസ്റ്റൽ ഷോയിങ് ബോത്ത് ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ആൻസർ സിൽവർ ബ്രോമൈഡ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, സോഡിയം ക്ലോറൈഡ് വിൽ നോട്ട് ഗീവ് ഫ്രങ്കൽ ഡിഫക്റ്റ്, ജസ്റ്റിഫൈ. ഇത് സോഡിയം ക്ലോറൈഡ് മാത്രമല്ല, വേറെ ഏത് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന ഏത് ക്രിസ്റ്റൽ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഞാനൊരു എക്സാമ്പിളായിട്ട് സോഡിയം ക്ലോറൈഡ് എടുത്തു എന്നുള്ളത്. അതിന് ആൻസർ എഴുതുമ്പോൾ നമ്മൾ ജനറലായിട്ട് എഴുതുകയാണ്. സോഡിയം ക്ലോറൈഡ് ആണെങ്കിലും പൊട്ടാസ്യം ക്ലോറൈഡ് ആണെങ്കിലും അതിലെല്ലാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസിന് ഒരേ സൈസ് ആയിരിക്കും, ഹാവിങ് ദ സെയിം സൈസ്. അങ്ങനെ വരുമ്പോൾ അതൊരിക്കലും ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, പൊട്ടാസ്യം ക്ലോറൈഡ് വെൻ ഹീറ്റഡ് ഗീവ്സ് വയലറ്റ് കളർ, ജസ്റ്റിഫൈ. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ സോഡിയം ക്ലോറൈഡിന് എന്തുകൊണ്ട് യെല്ലോ കളർന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലിഥിയം ക്ലോറൈഡിന് എന്തുകൊണ്ട് പിങ്ക് കളർന്ന് ചോദിക്കാം. ഇത് ഏത് ചോദിച്ചാലും ഒരേ ആൻസർ ആണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളവിടെ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങളുടെ നോട്ടിലുണ്ട്. അതായത് ഇതിനെയൊക്കെ ഹീറ്റ് ചെയ്യുമ്പോൾ Cl- പോകുന്നതോടെ F സെൻറ്റർ ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു ആൻസർ ഞാനിവിടെ നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കി എഴുതുക.
അതുപോലെ തന്നെ ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സിങ്ക് ഓക്സൈഡ് വെൻ ഹീറ്റഡ് ഗീവ്സ് യെല്ലോ കളർ ജസ്റ്റിഫൈ. നോട്ടിലുണ്ട്, നോക്കി എഴുതാം. ക്ലാസിഫൈ സബ്സ്റ്റൻസസ് ഓൺ ദ ബേസിസ് ഓഫ് ബാൻഡ് തിയറി. ബാൻഡ് തിയറി അനുസരിച്ച് സബ്സ്റ്റൻസ് 3 തരം പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. അതും നോട്ട് നോക്കി വിശദമായിട്ട് എഴുതുക. ക്ലാസിഫൈ സബ്സ്റ്റൻസസ് ഓൺ ദ ബേസിസ് ഓഫ് മാഗ്നറ്റിക് നേച്ചർ. മാഗ്നറ്റിക് നേച്ചർ അനുസരിച്ച് 5 എണ്ണം നോട്ടിൽ തന്നിട്ടുള്ളതാണ്. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ, ആൻറ്റിഫെറോ ആൻഡ് ഫെറി മാഗ്നറ്റിക്. അത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം, വെറുതെ പേര് മാത്രം എഴുതി വെച്ചാൽ പോരാ. ക്ലാസിഫൈ സബ്സ്റ്റൻസസ് ഓൺ ദ ബേസ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്. മാഗ്നറ്റിക് മൊമെന്റ് അനുസരിച്ച് എന്ന് പറയുമ്പോൾ അവസാനത്തെ 3 എണ്ണം എഴുതാൻ പാടുള്ളൂ. അതായത് ഫെറോ മാഗ്നറ്റിക്, ആൻറ്റി ഫെറോ മാഗ്നറ്റിക് ആൻഡ് ഫെറി മാഗ്നറ്റിക്. അതെന്താണെന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത് നിങ്ങൾക്ക് കുറച്ച് ക്രിസ്റ്റൽസ് തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദ ക്രിസ്റ്റൽ ഷോയിങ് ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. സോഡിയം ക്ലോറൈഡ്, കാഡ്മിയം ക്ലോറൈഡ്, സീസിയം ക്ലോറൈഡ്, സിൽവർ ക്ലോറൈഡ്. അതിലേതെല്ലാം ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കും? ആൽക്കലി മെറ്റൽസിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ സോഡിയം ക്ലോറൈഡും സീസിയം ക്ലോറൈഡും ആണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക. അതുപോലെ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത് കാഡ്മിയം ക്ലോറൈഡും സിൽവർ ക്ലോറൈഡും. നിങ്ങൾക്ക് കുറച്ച് എ ലിസ്റ്റ് ഓഫ് സോളിഡ്സ് ആർ ഗിവൺ. ക്വാർട്സ്, ഗ്ലാസ്, അയോഡിൻ, ഐസ്. ഐഡന്റിഫൈ ക്രിസ്റ്റൽസ് ഹാവിങ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്? ക്വാർട്സ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പോൾ ഈ എ പാർട്ടിന് ആൻസർ ആണ് ക്വാർട്സ്. അടുത്ത ഐസോട്രോപിക്. ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ അമോർഫസ് സോളിഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഐസോട്രോപിക്. ഇതിൽ ഏത് അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത്? ഗ്ലാസ് ആണ് അമോർഫസ് സോളിഡ്. സോ ദ ആൻസർ ഈസ് ഗ്ലാസ്. അടുത്തത് എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ എലമെന്റ്സ് പി ആൻഡ് ക്യൂ. ആറ്റംസ് ഓഫ് ക്യൂ, അതായത് നെഗറ്റീവ് അയോൺ ആണ്, മേക്ക് CCP lattice, cubic close packing ആണ്. ആൻഡ് P, that is പോസിറ്റീവ് അയോൺ, കാറ്റയോൺ, occupy tetrahedral voids. അതിൽ വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്? എങ്ങനെയാണ് ഫോർമുല കണ്ടുപിടിക്കുക? നമുക്കിവിടെ ഒരു ഐഡിയ തന്നിട്ടുണ്ട്. P occupy ചെയ്യുന്ന ടെട്രാഹെഡ്രൽ വോയിഡ്സിലാണ്. ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്റ്റലിൽ n ആറ്റംസ് ഉണ്ടെങ്കിൽ അവിടെ 2n നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ കിട്ടി പിയുടെ എണ്ണം 2n ആണ്. അതായത് ക്യൂവിൻ്റെ ഇരട്ടിയാണ് പി ഉള്ളത്. അപ്പോൾ നമുക്ക് റേഷ്യോ പിൻ്റെ ക്യൂവിൻ്റെ റേഷ്യോ എടുത്താൽ പി 2 ആണെങ്കിൽ ക്യൂ 1 ആയിരിക്കും. അപ്പോൾ ഫോർമുല P2Q. Now the last question in this chapter is classify each of the following as either P-type or N-type semiconductor. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ജെർമേനിയം ഡോപ്ഡ് വിത്ത് ബോറോൺ അല്ലെങ്കിൽ അലുമിനിയം. നമ്മൾ നോട്ടിൽ പഠിച്ചിട്ടുള്ള തന്നെയാണ്. അവിടെ ഉണ്ടാകുന്ന P-type സെമി കണ്ടക്ടറാണ്. അടുത്ത സിലിക്കൺ ഡോപ്ഡ് വിത്ത് ഫോസ്ഫറസ് ഓർ ആഴ്സനിക്. അവിടെ ഉണ്ടാകുന്ന N-type സെമി കണ്ടക്ടറാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് വരാവുന്ന. അതായത് ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഈ ഓരോ ക്വസ്റ്റ്യനും വെറുതെ ക്വസ്റ്റ്യൻ എഴുതി വെക്കുകയല്ല. ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ താഴെ ആൻസർ എഴുതുക, എന്നിട്ട് അത് നോട്ട് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഞാൻ ഗ്രൂപ്പിലിടുന്നതാണ്. താങ്ക് യു.